Good morning. Okay. Page number ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ ആരെങ്കിലും. 43 ചോയ്സ് ചെയ്തിട്ടുണ്ട്. 43 ആണ് കേട്ടോ. ഓക്കെ. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയും പഠിച്ചു നിർത്തി? ഡയറ്ററി സർവീസിൽ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അപ്പോ നമ്മളൊരു റോളാണ് പറഞ്ഞത്. ഈ റോൾ ഓഫ് ഡയറ്റീഷ്യൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഏതൊക്കെയായിരുന്നു ഡയറ്റീഷ്യന്റെ റോൾസ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് അല്ലെ? റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് നോക്കണം കേട്ടോ. റോൾ ഓഫ് ഡയറ്റീഷ്യൻസിന്റെ റോൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അതിന് ഫസ്റ്റത്തെയാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇൻപേഷ്യന്റ് നമുക്കറിയാം, ഹോസ്പിറ്റലിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് കൈകാര്യം ചെയ്യുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് കൈകാര്യം ചെയ്യുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അതിനി ആ മീൽസ് എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന മീൽസ് എങ്ങനെയായിരിക്കും? ബാലൻസ്ഡ് ഡയറ്റ് അല്ലെ? ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു സമീകൃത ആഹാരമായിരിക്കും. ദാറ്റ് പ്രൊവൈഡ്സ്, അത് സമീകൃത ആഹാരമാണ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ദാറ്റ് പ്രൊവൈഡ്സ് സഫിഷ്യന്റ് കലോറീസ്. ഓരോ പേഷ്യൻസിനും ആവശ്യമായിട്ടുള്ള കലോറി മൂല്യം, കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, അവർക്കുടെ രോഗം അല്ലെ? രോഗത്തിന്റെ എന്താണ്, എന്ത് രോഗമാണ് അല്ലെ, ഏത് ടൈപ്പാണ് രോഗം, പിന്നെ അതുപോലെ എനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് ആൻഡ് ദ നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദ പേഷ്യന്റ് ഇൻ ദ സ്റ്റേറ്റ്. ആ ഒരു അവസ്ഥയിൽ അവർക്ക് എന്തെങ്കിലും, അപ്പൊ ഓൾറെഡി ആ പേഷ്യൻസ് കഴിക്കുന്ന ഫുഡിൽ നിന്നും ഇനി എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷൻസ് ആവശ്യമുണ്ടോ, അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ്സ്, ഇതെല്ലാം നോക്കിക്കൊണ്ട് എന്താണ്, ഒരു ബാലൻസ്ഡ് മീൽ ആയിരിക്കും, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡയറ്റ് കൗൺസിലിംഗ് ആണ്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. ഏതിലൂടെ കൊടുക്കാം? ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ ഡയറ്റ് കൗൺസിലിംഗ് നടത്താം അല്ലെ? എന്താ, പേഷ്യൻസിന് ഒരു കൗൺസിലിംഗ് പോലെ കൊടുക്കാം അല്ലെ? അതെങ്ങനെയാ? നമുക്ക് ഹോസ്പിറ്റലിലാവണമെന്നില്ല, ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ നമുക്ക് എന്താ ഡയറ്റ് കൗൺസിലിംഗ് നടത്താം. പേഷ്യൻസ് ആർ റെഫേർഡ് ബൈ ക്ലിനിഷ്യൻസ്. അവിടെ പേഷ്യൻസിനെ ആര്? ക്ലിനിഷ്യൻസ്. നമ്മള് ഫിസിഷ്യൻ അല്ലെ, ക്ലിനിഷ്യനല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവരാണ്, ക്ലിനിഷ്യൻ ആണ് റെഫർ ചെയ്യുന്നത്, ഡയറ്റീഷ്യനെ റെഫർ ചെയ്യും. അപ്പൊ നമ്മൾ എന്തെങ്കിലും രോഗമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പൊ നമുക്ക് പറഞ്ഞു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ കൊടുക്കാന്ന് പറഞ്ഞു അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ ഡയറ്റ് കൗൺസിലിംഗ് നൽകാം. അവിടെ ക്ലിനിഷ്യൻ എന്ത് ചെയ്യുന്നു? നമ്മള് കാണുന്നത് ഫിസിഷ്യൻ, ക്ലിനിഷ്യനെയാണ് നമ്മൾ കാണുന്നത് അല്ലെ? ഡോക്ടറെ കാണും. ആ ഡോക്ടർ എന്ത് ചെയ്യും? റെഫർ ചെയ്യും. ആരെ? ഡയറ്റീഷ്യനെ ഡോക്ടർ റെഫർ ചെയ്യും. ഏത് ഡയറ്റീഷ്യനാണ് എന്ന് വെച്ചാൽ അവര് റെഫർ ചെയ്യും. പിന്നെ ഡയറ്റീഷ്യനെ കാണുക, ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളത് ക്ലിനിഷ്യൻ ഡയറ്റീഷ്യനെ എന്ത് ചെയ്യുന്നു? റെഫർ ചെയ്യും. To calculate their dietary needs in view of their body weight. എന്ത് നോക്കിയിട്ടാണ് നോക്കിയേ? ഇനി അവരുടെ ബോഡി വെയിറ്റ് നോക്കും.
നമ്മള് ചെല്ലുമ്പോൾ എന്താണ് പേഷ്യന്റ് ബോഡി വെയിറ്റ് നോക്കും, നോർമൽ ആണോ, ബോഡി വെയിറ്റ് നോർമൽ വെയിറ്റ് ആണോ, വെയിറ്റ് കൂടുതലാണോ, വെയിറ്റ് കുറവാണോ, അത് നോക്കും. എന്നിട്ട് അപ്പൊ അതായത് ആ ബോഡി വെയിറ്റ് നോക്കിയിട്ടാണ് അവരുടെ ഭക്ഷണക്രമം പറയുന്നത്. ഡയറ്ററി നീഡ്സ് ഇൻ ദ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ്. അപ്പൊ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ഭക്ഷണം കുറയ്ക്കണം അല്ലേ, ഒരുപാടൊന്നും ഇതില്ല. വെയിറ്റ് കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ആഹാര രീതി ആയിരിക്കണം ചെയ്യേണ്ടത്. അതെ, അതുപോലെ അണ്ടർലൈങ് ഡിസീസ്, രോഗത്തിന്റെ തരം, എന്ത് രോഗമാണ് അവർക്ക്, അതെ, ഫുഡ് ഹാബിറ്റ്സ്, അത് ഒരുമിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഭക്ഷണ സ്വഭാവങ്ങള്, ഭക്ഷണശീലങ്ങള്, അവർക്കുടെ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാ, ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ്. ഇനി അവർക്ക് ലഭ്യത, സ്വീകാര്യത, അവൈലബിൾ ആണോ അല്ലെ അക്സെപ്റ്റബിൾ ആണോ, അല്ലെ സ്വീകാര്യത, അങ്ങനെ പല ഫുഡിന്റെ അവൈലബിലിറ്റി, അക്സെപ്റ്റബിലിറ്റി ഒക്കെ നോക്കും. Then, depending upon the economic condition of the each patient. അപ്പൊ ഇതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ആ എക്കണോമിക് കണ്ടീഷൻ, അതായത് സാമ്പത്തിക സ്ഥിതി. ഇപ്പൊ ഡോക്ടർ നമ്മുടെ ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു, അപ്പൊ അത് അവർക്ക് അഫോർഡബിൾ ആണോ എന്ന് കൂടി നോക്കണ്ടേ അല്ലെ, അവരുടെ എക്കണോമിക് കണ്ടീഷനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ആ ഡയറ്റീഷ്യൻ അവരുടെ ഡയറ്ററി നീഡ്സ് നോക്കുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഭക്ഷണം, ഡയറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് അവര് ആ ഡയറ്റീഷ്യനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പറയുന്നത് ഇന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. നമ്മൾ വെറുതെ ഇവിടെ എഴുതി കൊടുത്താൽ പോരല്ലോ അല്ലെ, അത് അഫോർഡബിൾ ആണോ എന്ന് നോക്കണം. അതാ ലാസ്റ്റ് പറയണേ, എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിന്റെയും എക്കണോമിക് കണ്ടീഷൻ, അവർക്കുടെ രോഗം എന്ത് രോഗമാണ്, ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, അവർക്ക് പല ഫുഡിന്റെ അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി, ദെൻ എക്കണോമിക് കണ്ടീഷൻ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിന്റെ എക്കണോമിക് കണ്ടീഷൻ ഇതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഡയറ്റീഷ്യൻ അവരുടെ കലോറി നീഡ്സ്, അവരുടെ ഡയറ്ററി നീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഡയറ്റീഷ്യൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കും. Okay, patients are usually given a diet to be followed by them along with a certain food either to be discarded. Discarded എന്ന് വെച്ചാ discarded, ഉപേക്ഷിക്കുക. Discarded എന്താണ്, ഉപേക്ഷിക്കുക. Or to be preferred, അല്ലെങ്കിൽ എന്താ, or to be preferred, അതിന് എന്തെങ്കിലും മുൻഗണന കൊടുക്കാം. Or to be preferred, അല്ലെങ്കിൽ അതിന് പ്രിഫറൻസ് കൊടുക്കാം. Or to be preferred. Okay, അപ്പൊ നമുക്ക് എങ്ങനെ ആ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും പേഷ്യൻസിന്? Are usually given a diet to be followed by them along with certain food either to be discarded. ചിലപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ എന്താ ഒഴിവാക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിലോ or to be preferred, ചില ഫുഡ് അതിന് പ്രിഫറൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണത്തിൽ അതിന് ഏതെങ്കിലും ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് അത് വേണ്ടാത്തതാണെങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ടും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യുന്ന നമുക്ക് ചില ഭക്ഷണങ്ങള് എന്താ ഡയറ്റീഷ്യൻ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന്, അപ്പൊ അതിന് മുൻഗണന കൊടുത്തുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ, അത് ഒന്നാമത്തെ സെന്റൻസ് അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. Diet counseling can be given as outpatient diet clinics. ഒരു ഔട്ട്പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ നമുക്ക് ഡയറ്റ് കൗൺസിലിംഗ് നടത്താം. അവിടെ പേഷ്യൻസ് ക്ലിനിഷ്യനെ കാണുന്നു, ക്ലിനിഷ്യൻ ഡയറ്റീഷ്യനെ റെഫർ ചെയ്യുന്നു. ആ ഡയറ്റീഷ്യൻ നമ്മുടെ ഡയറ്ററി നീഡ്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡയറ്റീഷ്യൻ ആ ഡയറ്ററി നീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനെയൊക്കെ നോക്കിയിട്ടാ, നമ്മുടെ ബോഡി വെയിറ്റ് നോക്കും, നമ്മുടെ ഡിസീസ് ഏതാണെന്ന് നോക്കും, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഏതാണെന്ന് നോക്കും, അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് അല്ലെ, നമുക്ക് അവൈലബിൾ ആണോ, അത് സ്വീകാര്യമാണോ പലതരത്തിലുള്ള ഫുഡ്, അത് നോക്കും. പിന്നെ എക്കണോമിക് കണ്ടീഷൻ, അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും,
അവരെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി നോക്കിയിട്ട് ഡയറ്റീഷ്യൻ ഡയറ്ററി നീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി പേഷ്യൻസിനെ എങ്ങനെ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും അതും കൂടി അണ്ടർലൈൻ ചെയ്തോട്ടോ. പേഷ്യൻസ് ആർ യൂഷ്വലി ഗിവൺ എ ഡയറ്റ്. ഇതിൽ കൂടിയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും. ചിലപ്പോ ചില ഭക്ഷണങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടോ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അത് ഡയറ്റ് കൗൺസിലിംഗ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ്, കാവ്യ, സൗപർണിക, ജിബിൻ, ഫാദർ, ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഡയറ്റ് കൗൺസിലിംഗ്. ഇനി അടുത്ത് നോക്കിയേ, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് അതെങ്ങനെയാണ് നോക്കിയേ, നമുക്ക് എന്താണ് ഇത് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്നാലാണെങ്കിലും ക്യാൻറ്റീൻ സർവീസ് കിട്ടൂലേ, അല്ലേ? അതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല ക്യാൻറ്റീൻ ചെയ്യുന്നത്, അല്ലെ? എന്താണ് അത്? നമ്മൾ അവിടെ ചെല്ലുന്ന വിസിറ്റേഴ്സിനും എല്ലാവർക്കും ഭക്ഷണം അവിടുന്ന് കഴിക്കാം, അല്ലെ? അതെങ്ങനെയാ? ഈ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞ സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ. പ്രൊവിഷൻ ഓഫ് മീൽ, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. കണ്ടോ എന്തൊക്കെ അവിടെ നിന്ന് കിട്ടും? എന്തൊക്കെ കിട്ടും? മീൽസ്, അല്ലെ? ഭക്ഷണങ്ങള്, ചായ, സ്നാക്സുകള്, തണുത്ത പാനീയങ്ങള്, അല്ലെ? ലെമൺ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്, അല്ലെ? അതിനുള്ള ഒരു വ്യവസ്ഥയാണത് ഈ ഏതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രത്യേകത കോസ്റ്റ് റൺ ബൈ ദ പ്രൈവറ്റ് പാർട്ടീസ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ക്യാൻറ്റീനിലെ ഭക്ഷണത്തിനൊക്കെ പുറമേയുള്ള ഭക്ഷണത്തിനേക്കാളും കോസ്റ്റ് കൂടുതലാണോ അത് കുറവാണോ? ക്യാൻറ്റീനിലെ ഭക്ഷണം പുറമെ നമ്മളൊരു കടയിൽ പോയി ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും ക്യാൻറ്റീനിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എവിടെയായിരിക്കും വില കുറവ്? എവിടെയായിരിക്കും? കുറവാണ്, അല്ലേ? അല്ലെ? അതാണ് പറഞ്ഞേക്കുന്നത്. ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടികള് അവര് ഈടാക്കുന്ന കോസ്റ്റിൽ നിന്ന് കോസ്റ്റ് അതിന്റെ ആ വിലയിൽ നിന്നും ചീപ്പർ ആയിരിക്കും. അതായത് ക്യാൻറ്റീനില് കുറച്ചും കൂടി വില കുറവായിരിക്കും. Administration can control the quality of food service. അപ്പൊ സ്റ്റാഫ് ക്യാൻറ്റീനില് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡില്ലേ അതിന്റെ ക്വാളിറ്റി ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? അഡ്മിനിസ്ട്രേഷന്. കണ്ടോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. കണ്ടോ? അവിടെ കൊടുക്കുന്ന അതായത് സ്റ്റാഫ് ഈ ക്യാൻറ്റീൻ്റെ ഇത് നമ്മൾ പറയുമ്പോഴും നമുക്ക് അവിടുത്തെ പേഷ്യൻസിനും അത് ഒരു സെപ്പറേറ്റ് ഇതുപോലെ അവിടെ കൊടുക്കുന്നുണ്ട്, വിസിറ്റേഴ്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ കൊടുക്കുന്ന ഫുഡ് നല്ല ക്വാളിറ്റി ഉള്ള ഇത് തന്നെയായിരിക്കണം, അല്ലെ? പേഷ്യൻസിനൊക്കെ കൊടുക്കാവുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഫുഡിന്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളല്ലാതെ ഇപ്പൊ ഒരു കടയിൽ കഴിക്കുന്ന അവിടെ കൊടുക്കുന്നത്, അല്ലെ? അതായത് രോഗികൾക്ക് കൂടി കഴിക്കാവുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ എന്താ പറയാ, അതിൻ്റെതായ ക്വാളിറ്റി അവിടെ ചെയ്യണം. ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി ആർക്ക്? ഇനി എന്തെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. Last point is the service can be given to staff, attendants or visitors. Service ആർക്ക് നൽകാൻ പറ്റും? Service can be given to staff. സ്റ്റാഫിന് നൽകാം, അറ്റൻഡർമാർക്ക് നൽകാം, or visitorsന് സർവീസുകൾ നൽകാം. Service can be given to staff, attendants or visitors. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവീസ് നമുക്ക് നൽകാൻ പറ്റും. Service can be given to staff, attendants or visitors. Page number എത്രയായിരുന്നു? 43. പഞ്ചനീട്ടാണ് കേട്ടോ. 43. സ്റ്റാഫിന്, അറ്റൻഡർമാർക്ക്, വിസിറ്റേഴ്സിന് ഒക്കെ അവിടെ സർവീസ് കൊടുക്കാൻ പറ്റും. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ സേവനങ്ങളും കൊടുക്കാൻ പറ്റും.
അത്രയാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്? കംസ് അണ്ടർ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗിന്റെ കീഴിൽ വരുന്നത് ഏത്? സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സേവനങ്ങൾ, പിന്നെ നമുക്ക് മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ്, ഇതൊക്കെ ഇതിനുള്ളൊരു വ്യവസ്ഥയുണ്ട്. പിന്നെ പ്രൈവറ്റ് പാർട്ടികൾ നൽകുന്നതിനേക്കാളും കോസ്റ്റ് എങ്ങനെയായിരിക്കും? ചീപ്പർ, കുറവായിരിക്കും. പിന്നെ ഈ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസ് ക്യാൻ ബി ഗിവൺ ടു ആർക്കൊക്കെ സർവീസ് നൽകാം? സ്റ്റാഫിന്, അറ്റൻഡൻസിന്, വിസിറ്റേഴ്സിന്. അറ്റൻഡർമാർക്ക്, വിസിറ്റേഴ്സിനൊക്കെ സർവീസ് നൽകാൻ പറ്റും. ക്ലിയർ അല്ലേ 5 പോയിന്റും? ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏതാണ്? Hospital can have a mobile or vending machine. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീൻ? വെൻഡിങ് മെഷീൻ അല്ലെങ്കിൽ മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ, റെയിൽവേ സ്റ്റേഷനില്, എയർപോർട്ടില്, ഇവിടെയൊക്കെ നമ്മള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ, അതായത് അവിടെ സർവ് ചെയ്യാനൊന്നും ആളില്ല. നമുക്ക് എന്താ അവിടെ വേണ്ടത്? ഇങ്ങനെയുള്ള ചെറിയ സ്നാക്സുകൾ ആൽഫി ഇട്ടിട്ടുണ്ട് കേട്ടോ, ലിസ്റ്റിലും പറഞ്ഞോണ്ട്. ഫാദർ ഇട്ടിട്ടുണ്ട്, കേസ് കണ്ടിട്ടുണ്ട് എന്നൊക്കെ അറിയാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് മെഷീനാണ്. അതായത് ഈ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ OPD-യിലൊക്കെ നമ്മൾ ചെന്ന് ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അവിടെ ഒരു ഇതുണ്ടാവും. അപ്പൊ നമുക്ക് എന്താ അവിടെ ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ചായ ഉണ്ടാവും, പിന്നെ സ്നാക്സ്, ഇതുപോലെ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതിൽ എന്താ വേണ്ടേ? ചായയാണോ? അതിന് നമ്മൾ എന്താ പറയാ, അതിന് ഏതാ വേണ്ടേ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് ഏതാ വേണ്ടത് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ക്യാഷ് ഇതുപോലെ തന്നെ ഒരു കോയിൻ, അതിനകത്ത് പൈസ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കളക്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ പൈസ മേടിക്കാനോ അല്ലെങ്കിൽ നമുക്കത് എടുത്തു തരാനോ ഒന്നും എന്താ പറയാ, അത് സെർവ് ചെയ്യാൻ ആളില്ല. ആ മെഷീനാണ്. മെഷീനിൽ നമുക്ക് എന്താ വേണ്ടേ അവിടെ പ്രസ് ചെയ്യുക, ആ ബട്ടൺ അമർത്തുക. ഇതാണ് അതിന്റെ പേയ്മെന്റും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സിനിമയിൽ കണ്ടിട്ടില്ലേ നിങ്ങള്? ചില സിനിമകളിലൊക്കെ കാണുന്നല്ലോ, എന്താ വേണ്ടെന്നുള്ളത് നമ്മളിത് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ആ സാധനം എന്താ പറയാ താഴെ വന്ന് വീഴൂലേ? അവിടെ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചായയോ കാപ്പിയോ ഒക്കെ ആണെങ്കിലും നമ്മൾ അത് ഏതാന്ന് വെച്ചാൽ ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. എന്നിട്ട് ക്യാഷും അവിടെ കൊടുത്താൽ മതി. അതിനകത്ത് ഇത് ഇട്ട് കഴിഞ്ഞാല് നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓട്ടോമാറ്റിക് മെഷീൻ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് മെഷീൻ. അവിടെ സെർവ് ചെയ്യാനോ നമുക്ക് എടുത്തു തരാനോ ക്യാഷ് മേടിക്കാനോ ഒന്നും ആരുമില്ല. അവിടെ മെഷീൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ? അപ്പൊ സിനിമകൾ കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ. നോക്കിയേ, ഇൻ സർട്ടൻ, അതെവിടെയാ നോക്കിയേ? ഇൻ സർട്ടൻ ഉണ്ട്. ഇൻ സർട്ടൻ ലൊക്കേഷൻ ലൈക്ക് OPD, ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ബ്ലോക്ക്, ഇവിടെയൊക്കെ ഇങ്ങനെ ഈ വെൻഡിങ് മെഷീൻ വെക്കും. അത് നമുക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് സെർവ് ചെയ്യാനോ ക്യാഷ് കളക്ട് ചെയ്യാനോ ആള് വേണ്ട. നമ്മളൊക്കെ OPD-യിലൊക്കെ ചെന്ന് കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്യൂലേ? നമുക്കൊക്കെ ബോറടിക്കൂലേ? വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ബോറടിക്കുമ്പോൾ നമുക്ക് ഒരു ചായ കുടിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ പോവുക, മെഷീനിൽ ചെല്ലുക, ഏത് ഓപ്ഷനാണ് എന്താ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, അതിന്റെ പേയ്മെന്റ് നടത്തുക, നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഓക്കെ. അത് എവിടേക്കാണ്? OPD, കാഷ്വാലിറ്റി ബ്ലോക്കിലൊക്കെ ഇങ്ങനെ വെൻഡിങ് മെഷീൻ ഹോസ്പിറ്റലിലുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ലാസ്റ്റ് ആണ് കേട്ടോ. റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ ലാസ്റ്റ് നോക്കിയേ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. എഡ്യൂക്കേഷൻ, training and research. Hospital staff such as nurses, nursing aides, residents, technician, cook, etc. could be educated considering the type of food, balanced diet, caloric value, etc. Okay, hospital staff such as നേഴ്സുമാര്, നേഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ സഹായികൾ കേട്ടോ. നേഴ്സിങ്ങിനെ സഹായിക്കുന്ന നേഴ്സിംഗ് അസിസ്റ്റന്റ്, നേഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ് അവിടുത്തെ താമസക്കാര്, ടെക്നീഷ്യൻ,
cook, ഇതെല്ലാം എക്സെട്ര could be educated. ഇവരെല്ലാവരും എന്തായിരിക്കണം? എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. എന്തിനെ? കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, ബാലൻസ്ഡ് ദി കലോറിക് വാല്യൂ. ഇതിനെ സംബന്ധിച്ച് ഇവരെല്ലാവരും എന്തായിരിക്കണം? എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അറിവുള്ളവരായിരിക്കണം. ഏത് തരത്തിലുള്ള ഫുഡാണ്? ബാലൻസ്ഡ് ഡീൽ എന്നുള്ളത് ഡയറ്റ് എന്ന് എഴുതിക്കോട്ടോ. ബാലൻസ്ഡ് ഡയറ്റ്, DIET I ആണ് കേട്ടോ. DIET, ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃത ആഹാരം. അതുപോലെ കലോറിക് വാല്യൂ തുടങ്ങിയതിനെ സംബന്ധിച്ച് ഈ നേഴ്സസ്, നേഴ്സിംഗ് നേഴ്സ്, റെസിഡൻസ്, ടെക്നീഷ്യൻ, കുക്ക് ഇവരെല്ലാവരും എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടത്തുന്നുണ്ട്? ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ ദ സ്റ്റാഫ്. ആ സ്റ്റാഫിന് എന്താ ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ സർവീസ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ടീച്ചിങ് പ്രോഗ്രാംസ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയാ, എന്തെങ്കിലും പ്രോഗ്രാംസുകൾ, സെമിനാറുകൾ പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് എന്താ പറയാ സംഘടിപ്പിക്കാൻ പറ്റും. അത് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നേഴ്സസിനെ, നേഴ്സിംഗ് അസിസ്റ്റന്റിനെ, റെസിഡൻസ്, ടെക്നീഷ്യൻ, കുക്ക് ഇവരെല്ലാവരെയും എന്താ എഡ്യൂക്കേറ്റഡ് ആക്കാൻ, അല്ലെ? ബാലൻസ്ഡ് ഡയറ്റ്, കലോറിക് വാല്യൂ, കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ്, എന്താ പറയാ, അവർക്ക് വേണ്ട ഒരു അറിവ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം നൽകുന്നുണ്ട്. അത്രയാണ് ഡയറ്റീഷ്യന്റെ റോൾ വരുന്നത് കേട്ടോ. എഡ്യൂക്കേഷൻ കൊടുക്കുക, ട്രെയിനിങ്, റിസർച്ചുകള് ഇതൊക്കെ ചെയ്യുക. ഇനി അടുത്തത് ഫംഗ്ഷൻ ആണ്. ഫങ്ഷൻസ് ഓഫ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ ഫുഡുമായിട്ട് സംബന്ധിച്ച് വരുന്നതാ. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാവും ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഫങ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കിയേ. Organized preventive maintenance program for the equipment. നമുക്ക് എന്താ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക, ഓർഗനൈസ്ഡ് ഇൻ ദ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള, ഇപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളില്ലേ, അതിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ്, പ്രതിരോധം. അതായത് നമുക്ക് ആ എക്യുപ്മെന്റ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെ? അത് ചീത്തയാവും, വലിയ വലിയ മെഷീൻസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? ഗ്രൈൻഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കണം. അതായത് പ്രതിരോധ അറ്റകുറ്റപ്പണികള്, ഇപ്പൊ എന്താ മന്തിലിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ എക്യുപ്മെന്റ്സുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അത് ഓക്കെ ആണോ, അപ്പൊ എന്തിനാ നമുക്ക് അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ എന്ത് ചെയ്യുക, സംഘടിപ്പിക്കുക. ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്. രണ്ടാമത്തെ നോക്കിയേ, സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് കൺസിസ്റ്റന്റ് കോസ്റ്റ്. ഇങ്ങനെയാ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായ വിലയില് എങ്ങനെ നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക, എങ്ങനെ, ഏത് കൺസിസ്റ്റന്റ് കോസ്റ്റ്, സ്ഥിരമായ വിലയില് നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിലാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിക്കുന്ന ഫുഡിന്റെ റേറ്റ് ആയിരിക്കില്ല ചിലപ്പോ ഒരു മാസം കഴിയുമ്പോ പെട്ടെന്ന് വ്യത്യാസം വരില്ലേ, അല്ലെ? ഒരു ചായയൊക്കെ 5 രൂപ തുടങ്ങി ചായ 2 രൂപ മുതൽ ചായ വന്ന് ഇപ്പൊ 15 രൂപ 20 രൂപയൊക്കെ ആയില്ലേ ഒരു ചായക്ക്, അല്ലെ? അതെന്നുവെച്ചാൽ നമുക്കൊരു എന്താ പുറമേ എന്ന് പറയുമ്പോ അത് എപ്പോഴും എന്താ പറയുക, ഒരു വേരി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ ഈ ക്യാൻറ്റീൻ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, അവിടുത്തെ അവരുടെ ഫുഡിന്റെ റേറ്റ് എപ്പോഴും അങ്ങനെ ഒന്നും മാറില്ല, ഒരു സ്ഥിരമായ ഒരു വിലയായിരിക്കും. ഓക്കെ, പെട്ടെന്ന് അങ്ങനെ ഒരുപാട് റേറ്റ് ഒന്നും ഉണ്ടാവില്ല, ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയായിരിക്കും പറഞ്ഞേക്കുന്നത്. സ്ഥിരമായ വിലയില് നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. കണ്ടറിയാലോ ഡയറ്ററിയുടെ ഫങ്ഷൻസ് അല്ലേ അത്. ഫുഡിന്റെ കാര്യം തന്നെ കേൾക്കുമ്പോ അറിയാം ഡയറ്ററിയുടെ ഫങ്ഷൻസിൽ വരുന്നതാണ്. സ്ഥിരമായ വിലയില് നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. Then, by to specification,
നിർദ്ദേശം അനുസരിച്ച്, സ്പെസിഫിക്കേഷൻ അനുസരിച്ച് റിസീവ് സപ്ലൈകൾ റിസീവ് ചെയ്യുക. അതിന് വേണ്ട സപ്ലൈസുകൾ ഇപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ അല്ലെ, എന്തൊക്കെയാ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അത് റിസീവ് ചെയ്യുക. അതിന്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ചെക്ക് ചെയ്യുക. വരുമ്പോൾ അത്രയും നമ്മൾ ഓർഡർ ചെയ്ത അല്ലെ, പർച്ചേസ് ചെയ്യല്ലേ ഈ സാധനങ്ങളൊക്കെ, അപ്പൊ ഓർഡർ ചെയ്ത അത്രയും ക്വാണ്ടിറ്റിയിലുണ്ടോ, നല്ല ക്വാളിറ്റി ആണോ, ഇതെല്ലാം ചെക്ക് ചെയ്യുക. ആൻഡ് സ്റ്റോർ, അതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുക, അത് ശേഖരിക്കുക. റൈറ്റ് ടു സ്പെസിഫിക്, നിർദ്ദേശം അനുസരിച്ച് സപ്ലൈകൾ സ്വീകരിക്കുക, ക്വാണ്ടിറ്റി ക്വാളിറ്റി ചെക്ക് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. മേക്ക്, അടുത്ത പോയിന്റ് നോക്കി, മേക്ക് പോർഷൻ, അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്. ഫുഡുകൾ നിർമ്മിക്കുക, ഉണ്ടാക്കുക, മേക്ക് ചെയ്യുക. പിന്നെ പോർഷൻ, അതിനെ ഭാഗിക്കുക, അതായത് ഓരോ സെക്ഷനിലേക്ക് കൊടുക്കുന്ന ഫുഡുകളില്ലേ അതിനെ എല്ലാ തരം തിരിക്കുക. അസംബിൾ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ്, എന്ത് ചെയ്യുക, കൂട്ടിച്ചേർക്കുക. ഇനി എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വേണോ, അങ്ങനെ അസംബിൾ ചെയ്യുക, അതിനെ കൂട്ടിച്ചേർക്കുക. ഫുഡ് വിതരണം ചെയ്യുക. ഫുഡ് ഉണ്ടാക്കുക, അതിനെ സെപ്പറേറ്റ് ചെയ്യുക, ഭാഗിക്കുക, അതിന് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യുക, കൂട്ടിച്ചേർക്കുക, അത് ഫുഡ് വിതരണം ചെയ്യുക. 4 പോയിന്റ് കേട്ടോ. അടുത്ത നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ് ഓഫ് പേഷ്യൻസ്. ഇങ്ങനെ വേണം നമ്മൾ റെസിപ്പി തയ്യാറാക്കാൻ. എങ്ങനെ വേണം, പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് അനുസരിച്ച് അവരുടെ പോഷകാഹാരപ്രദമായിരിക്കണം, ന്യൂട്രീഷ്യസ് പോഷകപ്രദമായിട്ടുള്ള അവരുടെ ആ ന്യൂട്രീഷണൽ നീഡ്സ് ആവശ്യകതയനുസരിച്ച് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക അല്ലെ. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ ആവശ്യകതയനുസരിച്ച് തന്നെ റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യുക. അടുത്ത് നോക്കിയേ, ടു instruct about how diet play an important role in the treatment of the various disease. Instruct ചെയ്യാന്ന് വെച്ചാൽ നിർദ്ദേശിക്കുക. To instruct, അടുത്തെന്താ, നിർദ്ദേശിക്കുക അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കുക. എന്ത്, how diet play an important role, എന്താണ് നമ്മുടെ പല രോഗങ്ങളുടെയും ട്രീറ്റ്മെന്റില് ഈ ഡയറ്റിനുള്ള പ്രധാനം എന്താണ്, ഡയറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഡയറ്റ് വഹിക്കുന്ന ഡയറ്റിന്റെ റോൾ എന്താണ്, അതിനെ കുറിച്ചുള്ള നിർദ്ദേശം കൊടുക്കുക. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് ആണ്, കുറെ ടാബ്ലറ്റ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, നമ്മൾ ആ ഫുഡ് കൂടി കൺട്രോൾ ചെയ്യണ്ടേ. ഷുഗർ ഫ്രീ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അധികം ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കൊടുക്കാൻ പാടില്ല. അപ്പൊ അവർക്കൊരു രോഗം വേഗം മാറണമെങ്കിൽ ആ രീതിയിലുള്ള ആഹാരക്രമം ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റില് പല രോഗങ്ങളുടെ ആ ട്രീറ്റ്മെന്റില് ഡയറ്റിന്റെ പങ്ക് എന്താണ് അല്ലെ, നല്ലൊരു ഡയറ്റ് വഹിക്കുന്ന പങ്ക് എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നിർദ്ദേശം കൊടുക്കുക. 5 പോയിന്റ് നമ്മള് കുറച്ചായിട്ട് പറയാം കേട്ടോ. 5 പോയിന്റ് ആദ്യം നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. സ്ഥിരമായ വിലയില് നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക, ബെസ്റ്റ് ഫുഡ് കൊടുക്കുക. നിർദ്ദേശം അനുസരിച്ച് നമ്മൾ സപ്ലൈകൾ റിസീവ് ചെയ്യുക, അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ചെക്ക് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. പിന്നെ ഫുഡ് ഉണ്ടാക്കുക, അതിനെ സെപ്പറേറ്റ് ഭാഗിക്കുക, കൂട്ടിച്ചേർക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഫുഡ് വിതരണം ചെയ്യുക. പിന്നെ അടുത്ത പോയിന്റ് എന്താ പറഞ്ഞേക്കണേ, 6 പോയിന്റ് അല്ലെ, 6 പോയിന്റ് പറഞ്ഞു. അതായത് പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ് അനുസരിച്ച് തന്നെ റെസിപ്പി ഡെവലപ്പ് ചെയ്യുക. ഉണ്ടോ, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പി എന്തനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ് ഓഫ് പേഷ്യൻസ്. ഇതിന്റെ അടുത്ത് എന്താ പറഞ്ഞേക്കണേ, ഈ നമ്മുടെ പല രോഗങ്ങളുടെ ആ ട്രീറ്റ്മെന്റ് അതിന് ഡയറ്റിന്റെ പ്രാധാന്യം എന്താണ് അതേക്കുറിച്ചുള്ള നിർദ്ദേശം കൊടുക്കുക. ക്ലിയർ ആയോ? 6 പോയിന്റ് ഫസ്റ്റത്തെ ഓക്കെ ആണോ നോക്കി. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ അവിടെ? 6 പോയിന്റ്, ഫസ്റ്റ് 6 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. സൗവർണിക ഇട്ടിട്ടുണ്ട്. പിന്നെ 2 പേരും കൂടി തമ്പിട്ടെ, എങ്കിലാണ് എനിക്ക് ഓക്കെ ആണോ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, കാവ്യ ഓക്കെ.
ഓക്കെ, ഇനി അടുത്തത് 7ാമത്തെ പോയിന്റ് നോക്കിയേ. To follow the everyday diet pattern of patient to meet their needs throughout the various diseased condition. Okay, to follow. നമ്മൾ എന്ത് ഫോളോ ചെയ്യണം? ഇങ്ങനെ എന്ത് ഫോളോ ചെയ്യണം? Everyday diet pattern of patient to meet their needs throughout the various disease condition. അവർക്കുടെ ആ രോഗാവസ്ഥയിലുടനീളം പേഷ്യൻസിന്റെ ആവശ്യകതകള് നിറവേറ്റുന്ന അല്ലെങ്കിൽ പാലിക്കുന്ന ആ ഡയറ്റ് പാറ്റേൺ എല്ലാ ദിവസവും നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. കണ്ടോ? അതായത് അവർക്കുടെ ഒരു രോഗം, ആ ഡിസീസ് കണ്ടീഷനില് ഉടനീളം ഒരു ദിവസം പോരാ അല്ലെ, 1-2 ദിവസം പോരാ. എന്താ പറഞ്ഞേക്കണേ? ത്രൂ ഔട്ട് ഡിസീസ്ഡ് കണ്ടീഷൻ, ആ പല രോഗാവസ്ഥയിലൂടെയൊക്കെ അവർക്കുടെ ആ രോഗം ഓൾറെഡി ഉണ്ടല്ലോ, ആ രോഗാവസ്ഥയില് അവർക്കുടെ ന്യൂട്രീഷൻ നീഡ്സ് എന്താണ് കേട്ടോ, അത് നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പാറ്റേൺ എല്ലാ ദിവസവും ആ പേഷ്യൻസ് ഫോളോ ചെയ്യണം. അതനുസരിച്ചായിരിക്കണം എവരിഡേ ഡയറ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. എന്തനുസരിച്ച്? അവർക്കുടെ നീഡ്സ് അനുസരിച്ച്, അവരുടെ ആവശ്യങ്ങള് പാലിക്കുന്ന രീതിയിലുള്ള ഡയറ്റ് പാറ്റേൺ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം. The next point നോക്കിയേ. The everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. Underline ചെയ്തേ, ആ സെന്റൻസ് അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്? which of the following department is to prepare meals and snacks? അങ്ങനെ പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഡയറ്ററി ആണ് അല്ലെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എല്ലാ ദിവസത്തെയും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഫംഗ്ഷൻ, എവരിഡേ ഫംഗ്ഷൻ, ഒരു ദിവസം 2 ദിവസം ചെയ്യുന്ന കാര്യമല്ല അല്ലെ, എല്ലാ ദിവസവും എവരിഡേ ഫംഗ്ഷൻ എന്താണ്? ഓഫ് ദ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഈസ് ടു പ്രിപ്പയർ മീൽസ്, ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ആൻഡ് സ്നാക്സ് ഫോർ പേഷ്യന്റ്, ആർക്ക് വേണ്ടി? പേഷ്യന്റിന് വേണ്ടിയിട്ട്. ഇനി എങ്ങനെയുള്ള പേഷ്യന്റ്? ഹു ആർ അഡ്മിറ്റഡ് ടു ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് സ്നാക്സ് ഒക്കെ എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യുക. അതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ. ആ പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. These meals are prepared by, ഈ മീൽസ് എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ? നമുക്ക് ഇഷ്ടമുള്ളല്ലേ, നമ്മുടെ വീട്ടിൽ എന്താ രാവിലെ സാധനമുള്ളേ അതനുസരിച്ചുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കും അല്ലേ? നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളോ, അല്ലാതെ നമ്മളതിപ്പോ ഈ ഫിസിഷ്യന്റെ ഇതൊക്കെ അനുസരിച്ചാണോ ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കണേ? നമ്മുടെ വീട്ടിൽ എന്ത് സാധനങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കും അല്ലെ, ബ്രേക്ക്ഫാസ്റ്റ് അത് വെച്ചിട്ടുണ്ടാക്കും. അവിടെ എന്താ പയറാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പയർ അതിന് ഫുഡ് കഴിക്കും അല്ലെ, അല്ലെങ്കിൽ പുട്ട്. ഇപ്പൊ പുട്ടാണ് ഉണ്ടാക്കുന്നത്, നമുക്ക് അത് പുട്ടുപൊടി വീട്ടിലുള്ളൂ, പുട്ടുപൊടി ഉണ്ടാക്കി അതിന്റെ കൂട്ടത്തില് കടലയാണെങ്കിൽ കടലയിടും, പയറുള്ളെങ്കിൽ പയറിടും. അങ്ങനെയൊക്കെയല്ലേ നമ്മള് എല്ലാ ദിവസവും നമ്മൾ ഒരു സ്ട്രിക്റ്റ് ഇതായിട്ട് വെച്ചിട്ടല്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാ നോക്കിയേ, അവര് ഈ മീൽസ് പ്രിപ്പയർ ചെയ്യണ എങ്ങനെയാ? പ്രിപ്പയർഡ് ബൈ സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ് ഓഫ് ദ ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. ഫിസിഷ്യന്റെ റിട്ടേൺ ഓർഡർ, അതായത് ആ സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ് നിർദ്ദേശം അനുസരിച്ചിട്ടാണ് മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ട് ഓരോ ഇൻഡിവിജ്വലിനെ കൺസിഡർ ചെയ്യുന്നു, ആ ഇൻഡിവിജ്വലിന്റെ രോഗം എന്താണ് അതനുസരിച്ച് ആ ഫിസിഷ്യന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ്ലൈൻ നിർദ്ദേശം അനുസരിച്ച് അവരുടെ റിട്ടേൺ ഓർഡർ അനുസരിച്ച് ആണ് മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. These meals are prepared by strict guidelines of the dash. അതും ചോദിച്ചിട്ടുണ്ട് ആ പോയിന്റ്. ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ. Arrange and carry out patient therapy, education and counseling. അടുത്ത ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്താ? അറേഞ്ച് ചെയ്യുക, ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട്, അറേഞ്ച് ചെയ്യുക, നടപ്പിലാക്കുക. അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, arrange and carry out patient therapy, education and counseling. ഇതെല്ലാം ഇദ്ദേഹം അറേഞ്ച് ചെയ്യുക.
arrange and carry out patient therapy, education and counseling. ഇതെല്ലാം നടപ്പിലാക്കുക. പേഷ്യന്റ് തെറാപ്പി, അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുക, നടപ്പിലാക്കുക. ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ, ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഭക്ഷണക്രമം അല്ലെ, അതേക്കുറിച്ച് ആ ഒരു ബ്രാഞ്ചാണ് ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ. branch of knowledge concerned with the diet. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഡയറ്ററ്റിക്സ്. ബട്ട് എന്തൊക്കെ ഭക്ഷണക്രമങ്ങളാണ് അല്ലെ, അതിനെ കുറിച്ചുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക. ഓരോ ഭക്ഷണ രീതികള്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അതിനെ കുറിച്ചുള്ള പരിശീലനം കൊടുക്കുക. Then give direction to nurses, medical and dental students about the principles of nutrition and diet therapy. എന്താണ് അടുത്ത് പറഞ്ഞേക്കണേ? നഴ്സിന്, മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ നിർദ്ദേശം കൊടുക്കുക. Give direction. Give direction to nurses, medical and dental students. ഇവർക്കൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഇതിനെ കുറിച്ച് about the principles of nutrition and diet therapy. ഈ ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾസ്, ഡയറ്റ് തെറാപ്പി എന്നിവയൊക്കെ സംബന്ധിച്ച് മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിന്, നേഴ്സുകൾക്ക് ഒക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താ? ആ ഒരു പോപ്പുലേഷനിൽ ആവശ്യമായ പോഷക ഘടകങ്ങള് എന്താ അത് ലഭ്യമാക്കുക. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ. ആ ഒരു പോപ്പുലേഷനിൽ ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ ന്യൂട്രീഷൻ ലഭ്യമാക്കുക എന്ന ഉദ്ദേശമാണ്. അല്ലെങ്കിൽ അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചൊക്കെ ഇവർക്ക് എന്താ നിർദ്ദേശങ്ങൾ, കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. Collaborate with the medical staff in arranging, preparing and serving experimental metabolic research diets. Okay, collaborate ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക, കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. ആരുമായിട്ട്? വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നേ ഏതാണ്? കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. എന്തിന്? ഇൻ അറേഞ്ചിങ്, അറേഞ്ച് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ, ആൻഡ് സർവിങ് the experimental metabolic research diet. ആ ഡയറ്റിനെ കുറിച്ചുള്ള എന്താ പറയാ റിസർച്ചുകളില്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ അങ്ങനെയുള്ള പ്രോഗ്രാംസുകളാണെങ്കിലും ഇതൊക്കെ അറേഞ്ച് ചെയ്യാനും അത് തയ്യാറാക്കാനും സെർവ് ചെയ്യാനും ഒക്കെ ഏതാണ് നമുക്ക് ഈ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുമായിട്ട് ആ റിസർച്ച് ഡയറ്റിനെ കുറിച്ചുള്ള റിസർച്ച് കാര്യങ്ങളിലൊക്കെ അത് അറേഞ്ച് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും ഒക്കെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് എന്ത് ചെയ്യുക? ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കുക. അടുത്ത് നോക്കിയേ. ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ഓൾ പേഷ്യന്റ്. ഇതോടെ ഡയറ്റിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. എന്താ? എല്ലാവർക്കും അല്ലെ ടു കീപ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, ഒരു നല്ലൊരു പോഷകാഹാരപ്രദമായിട്ടുള്ള ആരോഗ്യനില, സ്റ്റാറ്റസ് അവർക്കിടെ നല്ലൊരു ആരോഗ്യനില നിലനിർത്തുക. പേഷ്യൻസിന്റെ ഒരു പോഷകാഹാരപ്രദമായിട്ടുള്ള ആരോഗ്യനില, അല്ലെങ്കിൽ നല്ലൊരു അവര് ഹെൽത്തി ആയിരിക്കണം, നല്ലൊരു ആരോഗ്യനില നിലനിർത്തുക. ഇനി എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്, പ്രിപ്പയറിംഗ്, സർവിംഗ് ഫുഡ് ആൻഡ് മാനേജിംഗ് മീൽസ്. ഇതിനൊക്കെ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്, ഓരോന്നിനും മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. നമുക്ക് തോന്നിയ രീതിയിലല്ല, അതിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ്സുകള് അല്ലെ, ഓരോ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണം ചെയ്യാൻ. ഇതിനൊക്കെ മെനൂസ് അറേഞ്ച് ചെയ്യാൻ, അത് പ്രിപ്പയർ ചെയ്യാൻ, ഫുഡ് സർവ് ചെയ്യാൻ, ആൻഡ് മാനേജിങ് മീൽസ് മാനേജ് ചെയ്യാൻ. ഇതിനൊക്കെ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുക. അപ്പൊ അത്രയും പോയിന്റ്സ് ആണ് പറയണേ. നമ്മൾ ആളെണ്ണം ഓൾറെഡി പറഞ്ഞതാണ്, പെട്ടെന്ന് ഒന്നുകൂടി പറയാം കേട്ടോ.
ഒന്നാമത്തെ ഏഴാമത്തെ പോയിന്റ് പറഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യണം. എങ്ങനെ ആ ഡയറ്റ് പാറ്റേൺ എങ്ങനെയായിരിക്കണം? ആ പേഷ്യൻസിന്റെ ആ രോഗാവസ്ഥയില് അല്ലെ, രോഗാവസ്ഥയിലുടനീളം അവരുടെ ആവശ്യകതകളാ പാലിക്കുന്ന രീതിയിലുള്ള ഡയറ്റ് പാറ്റേൺ എല്ലാ ദിവസവും ഫോളോ ചെയ്യണം. ഫോളോ എവരിഡേ ഡയറ്റ് പാറ്റേൺ. എല്ലാ ദിവസവും ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യണം. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പോയിന്റ്, എട്ടാമത്തെ. എല്ലാ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാ ദിവസത്തെയും ഫംഗ്ഷൻ, എവരിഡേ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീഡ്സും സ്റ്റാൻസും പേഷ്യൻസിന്, അതായത് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എന്താ പറയാ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, പ്രിപ്പയർ ചെയ്യുക. മീൽസും സ്നാക്സും പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി മീൽസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസോടുകൂടി ആയിരിക്കണം. ആരുടെ? ഫിസിഷ്യൻ പ്രിപ്പയർ ഓർഡർ അതനുസരിച്ചായിരിക്കണം മീൽസ് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ എന്താ പറഞ്ഞേക്കണത്? അറേഞ്ച് ചെയ്യുക, നടപ്പിലാക്കുക. ഇതൊക്കെ പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുക. പിന്നെ ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. പിന്നെ നേഴ്സിന്, മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിന് ഒക്കെ എന്ത് ചെയ്യുക? ഡയറക്ഷൻസ്, നിർദ്ദേശം കൊടുക്കുക. എന്തിനെ കുറിച്ചുള്ളത്? പ്രിൻസിപ്പിൾ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ് തെറാപ്പി. ഇതിനെ സംബന്ധിക്കുന്ന ഒരു എന്താ പറയാ അതിനെ സംബന്ധിക്കുന്ന നിർദ്ദേശങ്ങൾ മെഡിക്കൽ ഡെന്റൽ സ്റ്റുഡൻസിന് നിർദ്ദേശങ്ങൾ കൊടുക്കുക. പിന്നെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ അറേഞ്ചിങ് കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. എന്തിനു വേണ്ടിയാ? അറേഞ്ച് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ, സെർവ് ചെയ്യാനായിട്ട്. റിസർച്ച് ഡയറ്റിൽ എന്തൊക്കെ പുതിയ പുതിയ പരീക്ഷണങ്ങള് കാര്യങ്ങള് ഇതൊക്കെ ചെയ്യാനും തയ്യാറാക്കാനും ഒക്കെ ഇതാണ് മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. പിന്നെ എല്ലാ പേഷ്യൻസിനും നല്ലൊരു ആരോഗ്യനില കീപ്പ് ചെയ്യുക എന്നുള്ളത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷനാ അല്ലെ. എല്ലാ പേഷ്യൻസിനും നല്ലൊരു ഹെൽത്തി ആയിരിക്കണം. അത് പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടുത്തെ മെനൂസ് അറേഞ്ച് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ, ഫുഡ് സെർവ് ചെയ്യാൻ, മീൽസുകള് മാനേജ് ചെയ്യാൻ, ഇതിനൊക്കെ ഓരോ എന്താ പറയാ ഒരു മാനദണ്ഡങ്ങൾ സ്ഥാപിക്കണം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ നോക്കി? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? ഇപ്പൊ കണ്ടു കഴിഞ്ഞാല് വൈകാട്ട് ചെയ്യണ്ട. ഈ കോൺസ് കണ്ടറിയാം നമുക്ക് അല്ലെ, വായിച്ചു വരുമ്പോ അറിയാം ഡയറ്ററിയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലയോ എന്നുള്ളത്. ആദ്യത്തെ പോയിന്റ്സ് മാത്രമാണ് നമുക്ക് ആ അവിടെ കൊടുത്തേക്കുന്നത്. അതായത് എക്യുപ്മെന്റ്സിന്റെ അത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും ഓർത്ത് വെച്ചാൽ മതി. മെയിൻ്റനൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കണം. അതായത് എക്യുപ്മെന്റ്സ് ചീത്തയായി കഴിഞ്ഞാൽ അവിടെ പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് നടക്കൂല. അതിപ്പോ ഏത് രീതിയിലാണെന്നാണെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് പ്രോഗ്രാം നടത്തണ്ടേ? ആ എക്യുപ്മെന്റ്സുകൾ ചീത്തയാവാതിരിക്കാൻ, അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം സംഘടിപ്പിക്കുക. ബാക്കി എല്ലാ കോഴ്സും വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ, ഡയറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് പ്രോബ്ലം സിറ്റുവേഷൻ. ഏത് സ്ഥലത്താണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ അല്ലെ? ഇവിടെ ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പ്രോബ്ലം സിറ്റുവേഷൻസ്. Dispute between food service staff and nursing staff. Dispute എന്ന് പറഞ്ഞാൽ എന്താ? തർക്കങ്ങള് ആരൊക്കെ തമ്മില്? ഫുഡ് സർവീസ് സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്. ഫുഡ് സർവീസ് സ്റ്റാഫും നേഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള് ഭക്ഷണ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ക്വാളിറ്റിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവരുടെ ഇടയിലുള്ള തർക്കങ്ങൾ, അത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. അതൊന്ന് നോക്കി വെച്ചോളാം. ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നേഴ്സിംഗ് സ്റ്റാഫ്. അടുത്ത കംപ്ലൈന്റ്സ് അഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിന് എതിരായിട്ടുള്ള പരാതികള്, കംപ്ലൈന്റ്സ് എന്തുമായിട്ട് സംബന്ധിച്ചാണ്? ടു ദ ക്വാളിറ്റി ഓഫ് ഫുഡ്. ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഡിപ്പാർട്ട്മെന്റിന് എതിരെയുള്ള കംപ്ലൈന്റ്സുകൾ, പരാതികള്. നല്ല ക്വാളിറ്റി ഇല്ല, അത് ക്വാളിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ എന്തെങ്കിലേ കംപ്ലൈന്റുകൾ വരാം. ഡിപ്പാർട്ട്മെന്റിന് എതിരെയുള്ള കംപ്ലൈന്റുകൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട? ഫുഡിന്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്, ഗുണമേന്മയുമായി ബന്ധപ്പെട്ട്
അടുത്ത നോക്കിയ ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരമായ മോഷണം, വലിയതല്ല, ചെറിയ നിസ്സാരമായ മോഷണങ്ങള്. ആൻഡ് റോബറി, റോബറി എന്ന് പറഞ്ഞാൽ കവർച്ച. റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും സാധനങ്ങള്, കുറച്ച് പയറെടുത്തോണ്ട് പോവാം അല്ലെ, അവിടെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് പോവാം, കുറച്ച് പൊടികൾ വേണമെങ്കിൽ എടുത്തോണ്ട് പോവാം. അങ്ങനെ കുഞ്ഞു മോഷണങ്ങൾ, വലിയ 50 പവനും 100 പവനും എന്താ പറയാ 1 ലക്ഷം രൂപയൊന്നും അല്ല, ചെറിയ മോഷണം ഇങ്ങനെ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഫുഡ് ഐറ്റംസ് ആവാൻ വേണമെങ്കിൽ, അത് കുറച്ച് വേണമെങ്കിൽ വലിയ ബൾക്കായിട്ടല്ലേ, ഇത്രയും ആളുകൾക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അതിൻ്റെതായ സാധനങ്ങൾ വേണം അല്ലെ. അപ്പൊ അങ്ങനെ കുഞ്ഞു മോഷണങ്ങളും ചെറിയ കവർച്ചകളും. അടുത്ത് നോക്കിയേ, ബിഗ് ഫ്രോഡ്, വലിയ രീതിയിലുള്ള തട്ടിപ്പ്. ബിഗ് ഫ്രോഡ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ബിഗ് ഫ്രോഡ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് വലിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് അടുത്ത മൊഡ്യൂളിലും 3rd മൊഡ്യൂളിലും നമുക്ക് പഠിക്കാനുണ്ട്. നോക്കിയേ, ബിഗ് ഫ്രോഡ്സ് ക്യാൻ ഒക്കർ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് അല്ലെ, ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിഷയസോ അല്ലെ അങ്ങനെയുള്ളതൊക്കെ, അങ്ങനെയുള്ള വലിയ തട്ടിപ്പുകളും സംഭവിക്കാം. പിന്നെ അടുത്ത ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. പിന്നെ ഒരു പ്രധാന പ്രശ്നം എന്താ, അവര് നേരിടുന്ന പ്രോബ്ലം ആണ് ഇത്, ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. എന്താ, വേസ്റ്റ് ഗാർബേജ്, വേസ്റ്റുകള് നിർമ്മാർജ്ജനം ചെയ്യുക. നമ്മളറിയാം, ഒരു കുഞ്ഞു വീട്ടിൽ ഒരു 4 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തോരം വേസ്റ്റ് ആവന്നെ അല്ലെ. നമ്മളത് പച്ചക്കറി അരിയുന്നത് ഉൾപ്പെടെ എന്തോരം വേസ്റ്റുകളാ വന്നെ. അപ്പൊ ഇത്രയും വലിയ ബൾക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റും കൂടുതലായിരിക്കില്ലേ അല്ലെ. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. അത് എന്താണ്, ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്, ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ആ ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉണ്ടാക്കുന്ന കംപ്ലൈന്റ്സുകള്, നിസ്സാരമായ മോഷണങ്ങളും കവർച്ചകളും ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ വലിയ തട്ടിപ്പുകള്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള വലിയ തട്ടിപ്പുകള്. പിന്നെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാന്നുള്ളത്, അത് പ്രശ്നമാണ്. ഇനി ലാസ്റ്റ് ഓക്കെ അല്ലേ അത്. ഇനി ലാസ്റ്റ് ഒരു സെക്ഷനും കൂടി ഉള്ളൂ. ഈ ചാപ്റ്റർ ഒരു ചെറിയ ചാപ്റ്റർ, 2 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാം. സിമ്പിൾ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് നോക്കിയേ, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റില് അപ്ലൈ ചെയ്യേണ്ട പോളിസികള്, പ്രൊസീജിയർ, നടപടിക്രമങ്ങളും നിയമങ്ങളും ഒക്കെ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കണം അവിടുത്തെ ആ പ്രൊസീജിയർ. ഏത് രീതിയിലായിരിക്കണം പോളിസി ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഡയറ്ററി, ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ അപ്ലൈ ചെയ്യേണ്ട പോളിസി പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, dietitian is liable for the quality and quantity of food items. അണ്ടർലൈൻ ചെയ്തിട്ടേ, ആർക്കാണ് ബാധ്യതയുള്ളത്, കടമയുള്ളത്? ഫുഡിന്റെ ക്വാളിറ്റിയില് ആർക്കാണ്? ഡയറ്റീഷ്യൻ. Who is liable for the quality and the quantity of food items? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. previous question പേപ്പറിൽ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഹു ഈസ് ലീബിൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ് ബാധ്യതയുള്ളത് അല്ലെങ്കിൽ കടമയുള്ളത് ഫുഡ് ഐറ്റത്തിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അളവും ബന്ധപ്പെട്ട് ബാധ്യതയുള്ളതാണ് ഡയറ്റീഷ്യൻ. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. Then powers of emergency purchase should be given to the officer in charge. ഇനി എമർജൻസി പർച്ചേസിനുള്ള അധികാരം ആർക്കായിരിക്കണം, ആർക്ക് കൊടുക്കണം? should be given as to the officer in charge. അവിടെ ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. അന്ന് അവിടെ ആർക്കാണോ ചാർജ്, ആ ഇൻചാർജ് ഉള്ള ഓഫീസറിന് എമർജൻസി പർച്ചേസിനുള്ള അധികാരം. ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിന് കൂടാതെ എമർജൻസി ആയിട്ട് എന്തെങ്കിലും വാങ്ങേണ്ടി വന്നാലൊക്കെ അതിനുള്ള അധികാരം അവിടെ ഇൻചാർജ് ആരാണ് അല്ലെ, ഇൻചാർജ് ഉള്ള ഓഫീസറിന് നൽകണം. അതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥന് നൽകണം. അടുത്ത് നോക്കി, a team consisting of 3 to 4 members should inspect the food item received. ഒരു 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീം ഏതാണ്? ഫുഡ് ഐറ്റത്തെ ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം.
ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീം എന്ത് ചെയ്യണം, അത് പരിശോധിക്കണം, ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കണം. 3 to 4 മെമ്പേഴ്സ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. 3-4 മെമ്പേഴ്സ് അടങ്ങിയ ഒരു ടീം ലഭ്യമായിട്ടുള്ള അത് റിസീവ് ചെയ്യാൻ സ്വീകാര്യമായിട്ടുള്ള ഫുഡ് പരിശോധിക്കണം. നാലാമത്തെ പോയിന്റ് നോക്കിയേ, everything should be correctly maintained and clean. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം, ക്ലീൻ ആക്കി വെക്കണം, അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഒന്ന് വരച്ചു വാരി ഇടാനോ ഒന്നും പാടില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്ത നോക്കിയേ, പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ക്ലീൻനെസ് ദാറ്റ് ഇൻക്ലൂഡ് റോഡിംഗ് കൺട്രോൾസ് മെഷേഴ്സ് ഷുഡ് ബി നോട്ടീസ്ഡ്. എന്ത് ചെയ്യണം? അടുത്തത് പ്രോപ്പർ സാനിറ്റേഷൻ അല്ലെ, എല്ലാ ഏരിയകളും പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസ് ചെയ്യണം. ക്ലീൻനെസ് എന്ന് വെച്ചാൽ എന്താ, വൃത്തിയാക്കി വെക്കണം. ഏതും കൂടിയും അത് ക്ലീൻനെസ് ആൻഡ് സാനിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തും കൂടി ഉൾപ്പെടെയാണ് റോഡ് കൺട്രോൾ മെഷേഴ്സ്. റോഡ് എന്ന് പറഞ്ഞാൽ എലി ശല്യം അല്ലെ, സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് ഇരിക്കുമ്പോ എലിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. നമ്മുടെ സ്റ്റോർ റൂമില് കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോ എലി വരാൻ ചാൻസ് ഇല്ലേ? നമ്മൾ ആ ക്ലീൻനെസിന്റെ ഭാഗമായിട്ട് എന്തും കൂടി നമ്മൾ നോക്കണം, റോഡ് കൺട്രോൾ മെഷേഴ്സും കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഇപ്പൊ മാറ്റൊക്കെ ഇല്ല എലിനെ പിടിക്കാൻ, ഒരു പശു വളർന്ന സംഭവം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എലി വന്ന് അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരുന്നുള്ളൂ അല്ലെ, അങ്ങനെ അത് ചത്തുപോകും. അങ്ങനെയുള്ള റോഡന്റിനെ കൺട്രോൾ ചെയ്യാനുള്ള നടപടിക്രമം കൂടി അവിടെ ഉൾപ്പെടുത്തണം. ഇനി അടുത്ത് നോക്കിയേ, system should be ready in the patient kitchen throughout the all working hours. എല്ലാ പ്രവർത്തന സമയങ്ങളിലും ആ കിച്ചണില് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, റെഡി ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടി? ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. അതുപോലെ തന്നെ എന്താണ്, ഫുഡിന്റെ ക്വാളിറ്റി ഒക്കെ നോക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു മേൽനോട്ടം വഹിക്കുന്ന സ്റ്റാഫ്, അതാണ് സൂപ്പർവൈസറി സ്റ്റാഫ്. എപ്പോഴും വർക്കിംഗ് ഹവേഴ്സിലും അവിടെ കിച്ചണിലും അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ദ വർക്ക് ഷെഡ്യൂൾ ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി. അവരുടെ വർക്ക് ഷെഡ്യൂള് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. ആ ഷെഡ്യൂള് സ്റ്റാഫിന്റെ ഷെഡ്യൂൾ ചെയ്യുന്നതൊക്കെ ഷിഫ്റ്റ് ഒക്കെ ആകാം അല്ലെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെങ്കിൽ വെളുപ്പിനെയൊക്കെ തുടങ്ങണ്ടേ പരിപാടികൾ അല്ലെ. അപ്പൊ അവര് വെളുപ്പിനെ കയറുന്നവര് ഒരു 12 മണി വരെയോ അങ്ങനെ ആ ഷിഫ്റ്റ് ആ ഷെഡ്യൂളിങ് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അടുത്ത നോക്കിയ, the ward should be visited by dietitian every day. എന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്, വാർഡ് ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യണം, സന്ദർശിക്കണം. എന്നിട്ട് ചോദിക്കാൻ പേഷ്യന്റിനോടല്ലേ ഇങ്ങനെ ആഹാര രീതികള് കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കാം. അപ്പൊ ആ ഡയറ്റീഷ്യന്റെ ആ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഫുഡാണോ അവർക്ക് കൊടുക്കുന്നത്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പൊ അങ്ങനെ ഡയറ്റീഷ്യൻ ഇപ്പൊ അതുപോലെ തന്നെ അങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ടോ ഒക്കെയാണോ, ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ പേഷ്യൻസിനോട് നേരിട്ടാണെങ്കിലും ചോദിക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വാർഡ് ഡയറ്റീഷ്യൻ എന്ത് ചെയ്യണം? വിസിറ്റ് ചെയ്യണം, സന്ദർശിക്കണം. സർവീസ് ടൈമിംഗ് ഷുഡ് ബി ഡിറ്റർമിൻ. സർവീസ് സമയം നിർണ്ണയിക്കണം, നിശ്ചയിക്കണം. എത്ര ടൈമാണ് സർവീസ്? നമ്മളിപ്പോ എന്താണ് ക്യാൻറ്റീൻ ഇതുപോലുള്ള സർവീസുകൾ അപ് ടു ഇപ്പൊ രാവിലെ 6 മണി മുതൽ അങ്ങനെ ആ ഒരു ഇതില്ലേ, അങ്ങനെ അവർക്കുടെ ആ ഒരു സർവീസ് ടൈം നിർണ്ണയിക്കണം. ശരി, ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, nurses should examine and oversees the distribution of meals in the ward. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Nurse should examine ചെയ്യുക, പരിശോധിക്കുക, ഓവർസീസ് മേൽനോട്ടം വഹിക്കുക. എന്തിന്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. വാർഡില് അവിടെ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യൂലേ, അത് ആ ഭക്ഷണ വിതരണത്തില് ഒരു മേൽനോട്ടവും അതിന്റെ പരിശോധനയൊക്കെ നേഴ്സുകൾ അവിടെ ആ ഒരു വാർഡില് ഇൻചാർജുള്ള നേഴ്സില്ലേ, നേഴ്സുകളെ എക്സാമിൻ ചെയ്യണം. വാർഡിലുള്ള ഭക്ഷണ വിതരണം നേഴ്സുകള് ഇത് പരിശോധിക്കുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും വേണം. അതും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയും ചോദിക്കാം, ഹു ഈസ് എക്സാമിൻ ആൻഡ് ഓവർസീസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മീൽസ് ഇൻ ദ വാർഡ്. പാത്രത്തിലും പറഞ്ഞിട്ടുണ്ട് നേഴ്സസ് ആണ് കേട്ടോ. അതും അണ്ടർലൈൻ ചെയ്തിടാ. ഫസ്റ്റ് പോയിന്റും ഇതുപോലെ അണ്ടർലൈൻ ചെയ്തിടാം. അവിടെ രണ്ടിലും ഹൂ ഇട്ട് ചോദിക്കാം ക്വസ്റ്റ്യൻ.
who is liable for the quality and the quantity of food item. There are dietitian who is examining and oversees the distribution of meals in the ward. ആരാണ്? nurses. രണ്ട് ക്വസ്റ്റ്യനും അവിടെ ഫോർത്ത് ചോദിക്കാം. ക്ലിയർ പറയാൻ നോക്കിയ പോയിന്റ്സുകള് ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ? പെട്ടെന്ന് പറയാം കേട്ടോ. ഓക്കെ കൗൺസിലിംഗ് ഒന്നുകൂടി പറയുന്നു. ഇത് ഈ പോയിന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഓക്കെ അല്ലേ? റോഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എലിശല്യം. എലിയൊക്കെ ഇല്ലേ? ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ അല്ല അവിടെ കിടക്കുന്നത്, അപ്പൊ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം. അപ്പൊ എലികളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ആ റോഡന്റ് കൺട്രോൾ മെഷേഴ്സ്, എലി ശല്യം കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും കൂടി അവിടെ നമ്മൾ ഉൾപ്പെടുത്തും. ആറാമത്തെ പോയിന്റ് ആണോ? ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസ് ചെയ്യാനുള്ള സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും ആ എല്ലാ വർക്കിംഗ് അവേഴ്സിലും ആ കിച്ചണില്, അതായത് ഡയറ്ററിയുടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യൂലേ, ആ കിച്ചണിന്റെ പേഷ്യൻസിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്ന ആ കിച്ചണില് എല്ലാ വർക്കിംഗ് അവേഴ്സിലും എന്താ ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് വേണമെന്ന്. അത്രയും ശ്രദ്ധിച്ച് അല്ലെ, വളരെ നല്ല ക്വാളിറ്റിയിലൊക്കെ തന്നെ ഫുഡ് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ അവിടുത്തെ സ്റ്റാഫുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിന് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു സൂപ്പർവൈസറി സ്റ്റാഫ് അവരവിടെ വർക്കിംഗ് അവേഴ്സ് മൊത്തം ഉണ്ടോ, ത്രൂ ഔട്ട് ഓൾ ദ വർക്കിംഗ് അവേഴ്സ് മുഴുവൻ അവർ ചെയ്യുന്നത് ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി, സൂപ്പർവൈസ് ചെയ്താൽ മതി. അങ്ങനെ ആയിരിക്കണം. പിന്നെ അതുപോലെ വർക്ക് ഷെഡ്യൂളും കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. അതായത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാലോ, ഷിഫ്റ്റ് പോലെയൊക്കെ കൊടുക്കാം. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിൽ വെളുപ്പിനേലും അതിന് പണി കൊടുക്കാം. അപ്പൊ അവർക്ക് വൈകുന്നേരം വരെ ഒന്നും നിൽക്കാൻ പറ്റൂല്ലോ. അപ്പൊ അതിനനുസരിച്ച് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അതിന്റെ വർക്ക് ഷെഡ്യൂള് നമുക്ക് ചെയ്യാം. ഷുഡ് ബി അറേഞ്ച്ഡ് പ്രോപ്പർലി, പ്രോപ്പർ ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാക്കി എല്ലാ പോയിന്റ്സും ഓക്കെ അല്ലേ? ഇവിടെ ഏതാണ്? ഡയറ്റ് കൗൺസിലിംഗ് ആണ് ചോദിച്ചത്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ പുറമെ വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ ഏതാണ് ഡയറ്റ് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കിൽ പോയിട്ട് നമുക്ക് എന്താ ഡയറ്റ് കൗൺസിലിംഗ് നമുക്ക് മേടിക്കാം. ഓക്കെ, ഇതാണ് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ആണോ? നിസ്സാരമായ മോഷണങ്ങളും കവർച്ചകളും. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നിസ്സാര ചെറിയ ഇപ്പൊ എല്ലാം എന്റെ കുറച്ച് പഴങ്ങൾ എടുത്തോട്ടതാണ് അല്ലെ, വലിയ ബൾക്കായിട്ടല്ല കൊണ്ടുപോയിരിക്കണേ. ഇമ്പോർട്ടൻസ് ആണോ? ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെയാണ് ഇതൊന്ന് പറയട്ടെ കേട്ടോ. ഡയറ്റ് അന്നത്തെ അടുത്ത ക്ലാസ്സിലാണെങ്കിൽ ഞാൻ ഇമ്പോർട്ടന്റ് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ എന്താണ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ കൊടുക്കാൻ പറ്റും. അപ്പൊ പേഷ്യൻസ് ആരെയാണ് കാണുന്നത്? ക്ലിനിഷ്യനെ കാണും. ക്ലിനിഷ്യൻ ഡയറ്റീഷ്യനെ ക്ലിനിക്. അപ്പൊ ഡയറ്റീഷ്യനാണ് നമ്മുടെ ഡയറ്ററി നീഡ്സ്, ആ പേഷ്യന്റിന് എന്ത് രീതിയിലുള്ള ഭക്ഷണക്രമമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടത്. അത് ബോഡി വെയിറ്റ് നോക്കി രോഗം എന്ത് തരം രോഗമാണ്, അവരുടെ ഫുഡ് ഹാബിറ്റ്, അവൈലബിലിറ്റി ആൻഡ് അക്സെസിബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഐറ്റം. അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഇങ്ങനെ എഴുതി കൊടുത്താൽ മാത്രം പോരല്ലോ ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന്. അവർക്കുടെ അത് അഫോർഡബിൾ നോക്കണം അല്ലെ, എക്കണോമിക് കണ്ടീഷൻ, അവർക്കുടെ സാമ്പത്തിക സ്ഥിതി. കുഴപ്പമില്ല, ഈ ഫുഡൊക്കെ വാങ്ങി കഴിക്കാൻ അവർക്കുടെ കയ്യിൽ കാശുണ്ട്, പൈസയുണ്ട്. അത് ഒട്ടും ഒരു ഗതിയില്ലാത്ത ആൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുക്കാൻ പറ്റൂല്ലോ. അതാണ് അവർക്കുടെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്താ പറയാ, ആ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അഫോർഡബിൾ ആണോ എന്ന് കൂടി നോക്കും. അതാണ്. പിന്നെ എന്താണ് പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും പേഷ്യൻസിന്? അല്ലെങ്കിൽ അവർക്കുടെ ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം ഡിസ്കാർഡ് ചെയ്ത് കളയണം, ഒഴിവാക്കണം. ഇപ്പൊ ഞാൻ കഴിക്കണേല് ചിലപ്പോ എനിക്ക് ആവശ്യമില്ലാത്ത ചിലപ്പോൾ ഞാൻ കഴിക്കണ്ടോ. അപ്പൊ ഡയറ്റ് കൗൺസിലിംഗ് ഡയറ്റീഷ്യൻ പറയാണ് ഇന്ന ഫുഡുകൾ കഴിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ ഓൾറെഡി കഴിക്കേണ്ടെങ്കിൽ എന്റെ ഭക്ഷണത്തിൽ നിന്ന് അത് ഞാൻ ഒഴിവാക്കണം. അത് എന്നോട് പറയാണ് ചില ഭക്ഷണങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കണം, മുൻഗണന കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ ഭക്ഷണം ഞാൻ എന്റെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. വേണ്ടാത്തത് കളയണം, ആവശ്യമുള്ളത് ഉൾപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും, പേഷ്യന്റിന് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് അപ്പുറം ക്ലാസ്സിൽ കയറാൻ ടൈമായി. ഇനി അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി, ഞാൻ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ഒക്കെ നോക്കിയിടാനായിട്ട്.
ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങും. ഓക്കെ, താങ്ക് യു.